അമൃതപ്പൊടി കൊണ്ട് സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അത് കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ശരിക്കും ഇത് അമൃതപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പോലും മനസ്സിലാവില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. അമൃതപ്പൊടി എന്ന് പറയുന്നത് ശരിക്കും അംഗനവാടിയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ കുറേ ഇങ്ങനെ കഴിക്കുമ്പോൾ എന്തോ ഒരു മടുപ്പൊക്കെ ആവും. പിന്നെ ഇങ്ങനെ വെറൈറ്റികളായിട്ടൊക്കെ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെ ഓരോരോ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പണി കിട്ടലാണ്. ഇപ്രാവശ്യം ഒരു പണി എനിക്ക് കിട്ടി. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റോട്ട് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ മൈദ അരിച്ചെടുക്കൂല ഫസ്റ്റ്, അതുപോലെ മൈദക്ക് പകരം അമൃതപ്പൊടി ഞാൻ ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്ലാസ് ഞാൻ നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കണം ഒരു അരിപ്പ വെച്ചിട്ട്. അപ്പോൾ 2-3 പ്രാവശ്യം അരിക്കുമ്പോൾ തീരെ കട്ടകളൊന്നും ഇല്ലാതെ സോഫ്റ്റായി കിട്ടുമെന്നൊക്കെയാണ് ചില ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഞാനേതായാലും 2-3 പ്രാവശ്യമൊന്നും ഞാൻ ആക്കുന്നില്ല, ഒരു പ്രാവശ്യമാണ് ഞാൻ ആക്കുന്നുള്ളൂ. അപ്പോൾ അപ്പം തന്നെ എനിക്ക് ഏകദേശം നല്ല നൈസായിട്ട് തന്നെ പൊടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇതിൻ്റെ തരികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ആക്കിയിട്ടില്ല, ഈ ഒരു പ്രാവശ്യം തന്നെയാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഉണ്ടാക്കാനാണെങ്കിലോ വേറെ പണികളൊന്നുമില്ല, സിമ്പിളാണ് ശരിക്കും. നമ്മൾ ബീറ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ആവശ്യമില്ല, നമുക്ക് മിക്സിയിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ 3 മുട്ട, സാദാ മുട്ട കടയിൽ നിന്ന് വാങ്ങുന്ന ആ മുട്ട കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നാടൻ മുട്ട ഉള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റിന് 3 മുട്ട ഞാൻ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ശേഷം 1/2 ഗ്ലാസ് പഞ്ചസാര. അപ്പോൾ മധുരം നല്ലോണം വേണ്ട ആൾക്കാരാണെങ്കിൽ 1 ഗ്ലാസ് 2 ഗ്ലാസ്സൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഏതായാലും പകുതി ഗ്ലാസ്സേ എടുക്കുന്നുള്ളൂ. കാരണം അമൃതപ്പൊടിയിൽ ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ പകുതിയാണ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ശരിക്കും ഇതിൽ മധുരം ഉള്ളത് കൊണ്ടാണ് ഞാൻ വേറെ എടുക്കാത്തത്, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തേനെ. അപ്പോൾ ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു നമുക്ക് ഈ പൊടിയോട്ട് മിക്സ് ആക്കണമല്ലോ, അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ശേഷം ഞാൻ കുറച്ചായിട്ട് അമൃതപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുകയാണ്. അപ്പോൾ ഇത് ഒരുമിച്ചിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര കട്ട പിടിച്ചൊക്കെ നിൽക്കുമല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ എടുക്കുകയാണ്. അപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. ഇത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഇടുന്നത് അതുപോലെ ചെയ്യാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഞാനേതായാലും ഇപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ബാറ്റർ നന്നായി മിക്സ് ചെയ്ത് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഒരു 20-25 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. പിന്നെ എന്നോട് പറയാൻ വിട്ടൊരു കാര്യം, ഈ വാനില എസൻസ് ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഇട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ചുവ ഉണ്ടാവും ഒരു വാനിലേൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അതിലൊഴിച്ച് കൊടുത്ത് എനിക്കെന്താണെന്ന് ഇതിൽ പറ്റിയ അമളിയെന്ന് അറിയുന്നത്, ഞാൻ ഈ കുക്കർ മൂടുമ്പോൾ അതിൻ്റെ വിസിലോട് കൂടിയിട്ട് മൂടി. അങ്ങനെ ഞാൻ ഒരു 20-25 മിനിറ്റിന് മുന്നേ ഞാനൊരു 10 മിനിറ്റ് ആയപ്പോഴേക്കന്നെ തുറന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ കരിഞ്ഞിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ വിസിൽ വെച്ചിട്ട് ഇത് മൂടാൻ പാടില്ല. ഇത് വിസിൽ ഊരിയിട്ടാണല്ലോ കുക്കറിൽ വെക്കുക. അപ്പോൾ എന്നോട് അവിടെ അടി നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിങ്ങനെ കുത്തി ഇങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. അവസാനം ഇത് മുറിച്ചൊക്കെയാണ് ഞാൻ എടുത്തത്. പക്ഷേ ഇത് പറയാൻ വയ്യ, ടേസ്റ്റ് അപാരമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവിടെയുള്ള. അപ്പോൾ അത്രയും ടേസ്റ്റായിരുന്നു. പിന്നെ ഇതൊരിക്കൽ കൂടി ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ട് ഇനി വിസിലൊന്ന് മര്യാദയ്ക്കൊക്കെ അഴിച്ച് വെച്ച് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്.